ഹായ് ഡിയേഴ്സ്, നിഷീസ് കിച്ചൺ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ് നൂൽക്കോൽ കറി. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതാണ് നൂൽക്കോല്. നൂൽക്കോല് കൊൾറാബി എന്നൊക്കെ പറയും. വേറെ എന്തെങ്കിലും പേരുണ്ടോയെന്ന് അറിയില്ല, എനിക്ക് ഗൂഗിളിൽ നിന്ന് കിട്ടിയ പേരാണ്. കാണാൻ ഇങ്ങനെ ഉണ്ടാവും. ഇതിൻ്റെ മണം ഏകദേശം ഒരു കാബേജിൻ്റെ മണമാണ്. ഇതുകൊണ്ട് ചോറിന് കൂട്ടാൻ ഒഴിച്ചു കറിയും തോരനും കുറുമയൊക്കെ ഉണ്ടാക്കാം. ഞാനിപ്പം ചോറിൻ്റെ കൂടെ കഴിക്കാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഈ ഒരെണ്ണം എടുത്തിട്ടാണ് ഞാനിപ്പോൾ കറി ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഈ മുകൾ ഭാഗം മുറിച്ച് മാറ്റാം. അതിനുശേഷം തൊലി കളയാം. നൂൽക്കോല് മുറിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു കടായി ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകും 1-2 വറ്റൽമുളക് ഇട്ട് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പം ഇതിലേക്ക് ഒരു 8 ചെറിയ ഉള്ളി മുറിച്ചതും 5 വെളുത്തുള്ളി മുറിച്ചതും 2 പച്ചമുളക് മുറിച്ചതും കുറച്ച് കറിവേപ്പില ഇട്ട് വഴറ്റാം. ഇതിന് കുറച്ച് സമയം ഇളക്കി വഴറ്റാം. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം വാടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി മുറിച്ച ചേർത്ത് വഴറ്റാം. തക്കാളിയും വാടി തുടങ്ങുമ്പോൾ തീ ഏറ്റവും കുറച്ച് വെച്ച് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് വീണ്ടും ഇളക്കി വഴറ്റാം. ഈ സാമ്പാർ പൊടി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയ സാമ്പാർ പൊടിയാണ്. ഇതിന്റെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട്, ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ പൊടികളുടെ നല്ല മണം വരുമ്പോൾ ഇതിലേക്ക് നൂൽക്കോല് മുറിച്ച് ചേർക്കാം. ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഇത് വേവാൻ വേണ്ടുന്ന വെള്ളം ഒഴിക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഈ നൂൽക്കോലിന്റെ കഷ്ണങ്ങൾ ജസ്റ്റ് മുങ്ങിക്കിടക്കുന്ന ഭാഗത്തിന് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിനെ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നൂൽക്കോല് വേവുന്ന സമയം കറിയിലേക്ക് അരച്ച് ചേർക്കേണ്ട തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് ഫ്രഷ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. അരക്കാൻ വേണ്ടുന്ന കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി അരച്ചെടുക്കാം. തേങ്ങയും ജീരകവും കൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നൂൽക്കോല് വേവാൻ വെച്ചത് ഇപ്പം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിപ്പം വേവാൻ വെച്ചിട്ട് ഏകദേശം ഒരു 10-12 മിനിറ്റ് സമയമായി. ഇതിടക്ക് ഞാൻ തുറന്ന് 1-2 വട്ടം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. വീണ്ടും ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് പുളി ചേർക്കണം. ഇത് ഒരു ചെറിയ ഉരുള പുളി കുറച്ച് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് കുതിർത്ത് വെച്ചതിന് ശേഷം പിഴിഞ്ഞെടുത്ത വെള്ളമാണ് ഇത് ചേർക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചെടുത്ത് ചേർക്കാം. കുറച്ച് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടി ചേർക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നല്ലോണം തിളപ്പിക്കാം. ഇപ്പം ഇത് നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത ശേഷം തീ ഓഫ് ചെയ്യാം. നല്ല അടിപൊളി ടേസ്റ്റിൽ നൂൽക്കോൽ കറി റെഡിയാണ്. ഞാനിപ്പം ഇത്ര കട്ടിക്ക് ഉണ്ടാക്കിയിട്ടില്ല. ഇതാ നിങ്ങൾക്ക് അത്ര കട്ടി വേണ്ട നോക്കിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഉണ്ടാക്കാം. ഇതിനൊരു ബൗളിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റാണ്. നൂൽക്കോല് കിട്ടുന്നവരുണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. താങ്ക് യു.